ഹായ് മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ എളുപ്പത്തിലും വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളണം, വളരെ സിമ്പിൾ. അപ്പൊ തുടങ്ങാം. അപ്പൊ നമ്മൾ പറയാൻ പോകുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലായിടത്തും നമ്മൾ പ്രോബബിലിറ്റി പറയേണ്ട കാര്യമുണ്ടോ? അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ എല്ലായിടത്തും പോയി പ്രോബബിലിറ്റി പറയണോ? എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സൺഡേ ആണ്, നാളെ ഉറപ്പായിട്ടും എന്തായിരിക്കും? മൺഡേ ആയിരിക്കും അല്ലെ. ഇന്ന് ഞായറാഴ്ചയാണ്, നാളെ ഉറപ്പായിട്ടും തിങ്കളാഴ്ച ആയിരിക്കും. അവിടെ നമ്മൾ പ്രോബബിലിറ്റി പറയണോ? നാളെ തിങ്കളാഴ്ച ആവാനുള്ള പ്രോബബിലിറ്റി പറയണോ? പ്രോബബിലിറ്റി പറയണ്ട അല്ലെ. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു കോയിൻ ഉണ്ട്, ഒരു നാണയം, ഒരു കോയിൻ ഉണ്ട്. ആ കോയിനിന്റെ രണ്ട് സൈഡും നിങ്ങൾ ഹെഡ് ആക്കി എന്ന് വെച്ചു. ഒരു സൈഡ് ഹെഡാണ്, മറ്റേ സൈഡ് നിങ്ങൾ ഉരച്ച് കളഞ്ഞിട്ട് ഹെഡ് ആക്കി. അപ്പൊ നിങ്ങളുടെ നാണയത്തിന്റെ അല്ലെങ്കിൽ കോയിന്റെ രണ്ട് സൈഡും ഹെഡാണ്. അത് നിങ്ങൾ ടോസ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ ചോദിക്കുവാണ്, ഇത് ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റി, സാധ്യത അല്ലെങ്കിൽ ചാൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ ചാൻസ്, സാധ്യത പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് ഉറപ്പായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഉറപ്പായിട്ട് നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത്, നമുക്ക് എവിടെയൊക്കെ പ്രോബബിലിറ്റി പറയാൻ പറ്റും, എന്താണ് എവിടെയൊക്കെ പ്രോബബിലിറ്റി പറയാൻ പറ്റും എന്നാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. പ്രോബബിലിറ്റി പറയാൻ പറ്റുന്ന എക്സ്പെരിമെന്റുകൾക്ക് രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് സാധനങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെയൊക്കെ നമുക്ക് പ്രോബബിലിറ്റി പറയാൻ പറ്റുള്ളൂ. ഒന്നാമത്തത്, നമ്മൾ എവിടെയാണോ പ്രോബബിലിറ്റി പറയാൻ പോകുന്നത് അതിന് ഉറപ്പായിട്ടും മോർ ദാൻ വൺ റിസൾട്ട് ഉണ്ടാവും. എന്താണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലായിരിക്കും. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വരാൻ പോകുന്ന റിസൾട്ട് ഇല്ലേ, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അതെന്താണ്? അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല, നമുക്ക് പ്രെഡിക്ഷൻ നടത്താൻ പറ്റൂല. നോ പ്രെഡിക്ഷൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എന്താണ്? ടോസിങ് എ കോയിൻ. ഒരു കോയിൻ നിങ്ങൾ ടോസ് ചെയ്യുവാണ് അല്ലെ. ഈ കോയിൻ നിങ്ങൾ ടോസ് ചെയ്യുവാണ്. ഇവിടെ നിങ്ങൾക്ക് പ്രോബബിലിറ്റി പറയാൻ പറ്റുമോ? പറ്റും. കാര്യം എന്താ? ടോസിങ് എ കോയിൻ എന്ന് പറഞ്ഞാൽ അവിടെ ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട്. എത്ര റിസൾട്ട് ഉണ്ട്? രണ്ട് റിസൾട്ട് ഉണ്ട്. അപ്പൊ മോർ ദാൻ വൺ റിസൾട്ട് ഓക്കെ ആയില്ലേ? മോർ ദാൻ വൺ റിസൾട്ട് ഓക്കെ ആയി. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, ആ വരാൻ പോകുന്ന റിസൾട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഹെഡ് വീഴുവോ ടെയിൽ വീഴുവോ നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ എന്താണ്? രണ്ടാമത്തെ പ്രഡിക്ഷനും നമുക്ക് നടത്താൻ പറ്റൂല. അപ്പൊ മോർ ദാൻ വൺ റിസൾട്ടുകളും പ്രഡിക്ഷനും പറയാൻ പറ്റില്ല എങ്കിൽ അവിടെയൊക്കെ നമുക്ക് പ്രോബബിലിറ്റി പറയാം. വേറെ എക്സാമ്പിൾ പറയണോ? വേറെ ഒരു ക്ലാസിക് എക്സാമ്പിൾ, ആരും പറയാത്തൊരു എക്സാമ്പിൾ ഞാൻ പറയാം. റോളിങ് എ ഡൈ. എന്താണ് റോളിങ് എ ഡൈ? ഒരു ഡൈ എറിയുന്നു. ഓക്കെ അല്ലേ? ഡൈ എറിയുമ്പോൾ അവിടെ നമുക്ക് പ്രോബബിലിറ്റി പറയാൻ പറ്റുമോ എന്ന് നോക്കാം അല്ലെ. പ്രോബബിലിറ്റി പറയാൻ പറ്റുമോ നോക്കാം. അപ്പൊ പ്രോബബിലിറ്റി പറയാൻ പറ്റുവാണെങ്കിൽ അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? മോർ ദാൻ വൺ റിസൾട്ട് ആയിരിക്കണം. ഒരു ഡൈ എറിഞ്ഞാൽ നമുക്ക് എത്ര റിസൾട്ടുകൾ വരാം? 1 വീഴാം, 2 വീഴാം, 3 വീഴാം, 4 വീഴാം, 5 വീഴാം, 6 വീഴാം അല്ലെ. അങ്ങനെ മൊത്തം 6 റിസൾട്ടുകൾ ഉണ്ട്. അപ്പൊ മോർ ദാൻ വൺ റിസൾട്ട്. ഓക്കെ. ഇനി ഏതാണ് വീഴാൻ പോകുന്നത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ? പ്രഡിക്ഷൻ നടത്താൻ പറ്റുമോ? നോ പ്രഡിക്ഷൻ. നമുക്ക് പ്രഡിക്ഷൻ നടത്താൻ പറ്റൂല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഓക്കെ ആയില്ലേ? അപ്പൊ ഇതിൽ രണ്ടിലും നമുക്ക് പ്രോബബിലിറ്റി പറയാം. ഇങ്ങനെ മോർ ദാൻ വൺ റിസൾട്ട് ഉള്ള അല്ലെങ്കിൽ പ്രഡിക്ഷൻ നടത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് പ്രോബബിലിറ്റി പറയാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇങ്ങനെ പ്രോബബിലിറ്റി പറയാൻ പറ്റുന്ന ഈ എക്സ്പെരിമെന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെന്റ്സ്. എന്താണ്? റാൻഡം എക്സ്പെരിമെന്റ്സ്. ഈ റാൻഡം എക്സ്പെരിമെന്റുകൾക്ക് ഉറപ്പായിട്ടും മോർ ദാൻ വൺ റിസൾട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുമായിരിക്കും. അപ്പോൾ ഇതൊരു റാൻഡം എക്സ്പെരിമെന്റ് ആണ്. നിങ്ങൾ ഈ പേരൊക്കെ കേട്ട് കാണും അല്ലെ? റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ അതിന് ഉറപ്പായിട്ട് പ്രോബബിലിറ്റി പറയാൻ പറ്റും. അതിന് ഒന്നിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാവും. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റൂല. ഓക്കെ അല്ലേ? ഇനി ഈ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു 4 വേർഡുകൾ ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ്? ഒന്ന് റാൻഡം എക്സ്പെരിമെന്റ്, ഒന്ന് ഔട്ട്കം, ഒന്ന് സാമ്പിൾ സ്പേസ്, ഒന്ന് ഇവന്റ്. ഇതെന്തൊക്കെയാണെന്ന് അറിയാം. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ റാൻഡം എക്സ്പെരിമെന്റ് നമ്മൾ പറഞ്ഞു. എന്താണ്? നമുക്ക് പ്രോബബിലിറ്റി പറയാൻ പറ്റുന്ന എക്സ്പെരിമെന്റുകളാണ് റാൻഡം എക്സ്പെരിമെന്റ്.
അല്ലെ? ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതായത് ഈ റാൻഡം എക്സ്പെരിമെന്റിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ റോളിംഗ് എ ഡൈ പറയാം അല്ലെ? റാൻഡം എക്സ്പെരിമെന്റ് അല്ലേ? കാര്യം എന്താ? റോളിംഗ് എ ഡൈ പറയാം. കാര്യം മോർ ദാൻ വൺ റിസൾട്ട് ഉണ്ട്, പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റൂല. അപ്പൊ അവൻ റാൻഡം എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ. ഇനി നിങ്ങളോട് ചോദിക്കുവാണ് എന്താണ് ഔട്ട്കം എന്ന് ചോദിക്കുവാണ്. ഔട്ട്കത്തിന് വേറൊരു പേര് കൂടി നമുക്ക് പറയാം, റിസൾട്ട് എന്ന് പറഞ്ഞാലേ നിങ്ങൾ ആ റാൻഡം എക്സ്പെരിമെന്റ് ഒരു തവണ നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? ഒരു തവണ നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണോ അതാണ് ഔട്ട്കം. ഓക്കെ അല്ലേ? അതാണ് ഔട്ട്കം. അതായത് നിങ്ങളോട് ഇപ്പൊ പറഞ്ഞു നിങ്ങളുടെ റാൻഡം എക്സ്പെരിമെന്റ് ഏതാണ്? റോളിംഗ് എ ഡൈ ആണ്. അപ്പോ അതിന്റെ ഔട്ട്കം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റോളിംഗ് എ ഡൈയുടെ ഔട്ട്കം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയാം? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. റോളിംഗ് എ ഡൈ, നിങ്ങളൊരു ഡൈ എടുത്തെറിഞ്ഞു. അപ്പോ ചിലപ്പോ 5 വീഴാം, 5ആണ് അതിന്റെ ഔട്ട്കം. ചിലപ്പോ 6 വീഴാം, 6ആണ് അതിന്റെ ഔട്ട്കം റിസൾട്ട്. അല്ലെങ്കിൽ 3 വീഴാം, 3ആണ് അതിന്റെ ഔട്ട്കം. ആ റിസൾട്ടിനെ ആ റാൻഡം എക്സ്പെരിമെന്റിന് ഒരു തവണ കിട്ടുന്ന റിസൾട്ടിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഔട്ട്കം. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ ആളിന് പറയുന്ന പേര് സാമ്പിൾ സ്പേസ് എന്നാ. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളടാ? നമുക്ക് എത്ര റിസൾട്ടുകൾ ഉണ്ടാവും? എല്ലാ റിസൾട്ടുകളെയും ചേർത്ത് പറയുന്നതിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. എന്താണ്? എല്ലാ റിസൾട്ടിനെയും ചേർത്ത് പറയണം. അപ്പൊ അതെ ശ്രദ്ധിച്ചു പറഞ്ഞേ റോളിംഗ് എ ഡൈയുടെ എല്ലാ റിസൾട്ടുകളും ഏതൊക്കെയാണ്? 1 വീഴാം, 2 വീഴാം, 3 വീഴാം, 4 വീഴാം, 5 വീഴാം, 6 വീഴാം. ഇതൊരു സെറ്റാക്കി പറഞ്ഞാൽ ഇതിനെ പറയുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ S കൊണ്ടാണ്. ഓക്കെ അല്ലേ? സെറ്റ് ഓഫ് ഓൾ റിസൾട്ട്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ഔട്ട്കംസ്. എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഔട്ട്കംസ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. എല്ലാ റിസൾട്ട് കൂടി ചേർത്ത് പറഞ്ഞാൽ അതിനെ പറയുന്ന പേരാണെന്ത്? സാമ്പിൾ സ്പേസ്. ഓക്കെ അല്ലേ? ഇനി ഇവനാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവൻ, ഇവന്റ്. അതായത് ഇവന്റ് എന്ന് പറഞ്ഞാൽ ഈ സാമ്പിൾ സ്പേസ് ഇല്ലേ, ഈ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവന്റ് എന്ന് പറയുന്നത്. സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്, ഈ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ്. അപ്പൊ നമ്മൾ ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്ന ഈ റോളിംഗ് എ ഡൈ ഇല്ലേ, അതിന്റെ സാമ്പിൾ സ്പേസ് ആണിത്. ഇവന്റ് പറയാൻ പറഞ്ഞാൽ എന്താ? ഇതിന്റെ അകത്തുനിന്ന് എടുത്ത് എഴുതാൻ പറ്റുന്ന ആൾക്കാരാണ് ഇവന്റുകൾ. ഇപ്പൊ 1, 2, 3 എന്ന് പറഞ്ഞ ഒരു സാധനം ഞാൻ ഉണ്ടാക്കി, അതൊരു ഇവന്റ് ആണ്. ഞാൻ 2, 4, 6 എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടാക്കി, അതൊരു ഇവന്റ് ആണ്. ഇനി ഞാൻ 1, 3, 5 എന്ന് പറഞ്ഞ ഒരു ഇവന്റ് ഉണ്ടാക്കി, അതൊരു ഇവന്റ് ആണ്. ഇനി ഇതൊക്കെ ഇങ്ങനെ പറയാതെ വേറൊരു രീതിയിൽ പറയാം. എന്താണ്? ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 3. എന്താണ്? ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അതായത് ഇതിന്റെ അകത്ത് നിന്നും 3യുടെ മൾട്ടിപ്പിൾ കിട്ടണം. 3യുടെ മൾട്ടിപ്പിൾ ആരൊക്കെയുണ്ട്? 3ഉം 6ഉം. അപ്പൊ അതെങ്ങനെ എഴുതാം? 3ഉം 6ഉം. അപ്പൊ ഞാൻ ഇതിന്റെ അകത്തുനിന്ന് എടുത്ത് എഴുതിയേക്കുന്നതല്ലേ ഇതൊരു ഇവന്റാണ്. ഓക്കെ അല്ലേ? അതായത് ഇതിന്റെ അകത്തുനിന്ന് എടുത്ത് എഴുതുന്നതാണ് ഇവന്റ്. ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ, അതാരാ? 2, 4, 6, അതല്ലേ ഇത്? അതൊരു ഇവന്റ് ആണ്. ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ 1, 3, 5, അതൊരു ഇവന്റ് ആണ്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് എടുത്ത് എഴുതാൻ പറ്റുന്ന ചെറിയ സെറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? ഇവന്റ്. ഓക്കെ അല്ലേ? അപ്പൊ പറഞ്ഞ കാര്യം സെറ്റ് ആയല്ലോ. റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി പറയാൻ പറ്റുന്ന എക്സ്പെരിമെന്റുകളെയാണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ റോളിംഗ് എ ഡൈ ആണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഡൈ എറിയുന്നു, അത് റാൻഡം എക്സ്പെരിമെന്റ് ആണ്. റാൻഡം എക്സ്പെരിമെന്റിന്റെ ഒരു റിസൾട്ടിനെ നമ്മൾ പറയുന്ന പേര് ഔട്ട്കം എന്നാണ്. അതെറിഞ്ഞപ്പോൾ 5 വീണു, അപ്പൊ ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് 5 ആണ്. ഈ റിസൾട്ടുകൾ എല്ലാം കൂടി ഒരു സെറ്റ് ആക്കി പറഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? സാമ്പിൾ സ്പേസ്. അപ്പൊ ഇവിടെ റോളിംഗ് എ ഡൈ എറിഞ്ഞാൽ 1 വീഴാം, 2 വീഴാം, 3 വീഴാം, 4 വീഴാം, 5 വീഴാം, 6 വീഴാം, എല്ലാരെയും കൂടി ചേർത്തപ്പോൾ അത് സാമ്പിൾ സ്പേസ് ആയി. ഈ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റിനെ പറയുന്ന പേരാണ് ഇവന്റ്. വളരെ ഇമ്പോർട്ടന്റ്, ഇവന്റ്. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ 2, 4, 6, ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ 1, 3, 5,
ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 3 3 6. ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 4 4 വലിയ നമ്പറുകൾ വേണമെന്ന് പറഞ്ഞാൽ ആരൊക്കെ എടുക്കാം? നമുക്ക് 5ഉം 6ഉം എടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് എടുത്തെഴുതാൻ പറ്റുന്ന ചെറിയ സെറ്റുകളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഈ ചാപ്റ്ററിൽ മുഴുവൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവന്റുകളെ കുറിച്ചാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ തുടങ്ങിയേക്കാം. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന എല്ലാം ഇവന്റ് എന്ന് പറയുന്ന ഈ സാധനത്തിനെ ബേസ് ചെയ്തായിരിക്കുന്നത്. അപ്പൊ ഇവന്റ് എന്താണെന്ന് ഒന്നുകൂടി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ 2 എക്സാമ്പിൾ പറയാം. ഇവന്റുകൾക്ക് 2 തരത്തിലുള്ള എക്സാമ്പിളുകൾ പറയാം. ഒന്ന്, ഞാനൊരു റാൻഡം എക്സ്പെരിമെന്റ് എടുക്കുവാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ റോളിംഗ് എ ഡൈ തന്നെ എടുത്തു. റോളിംഗ് എ ഡൈ. ഞാൻ ഒരു ഡൈ എറിയുവാണ്. ഒരു ഡൈ എറിഞ്ഞാൽ അതിന് വരുന്ന റിസൾട്ടുകൾ എല്ലാം കൂടി എഴുതുന്നതിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. സാമ്പിൾ സ്പേസ്. ഓക്കെ അല്ലേ? സാമ്പിൾ സ്പേസ് ആരൊക്കെയാണ്? 1 2 3 4 5 6. ഓക്കെ അല്ലേ? ഇനി ഞാൻ നിങ്ങളോട് പറയുവാണ് ഇതിന്റെ സബ്സെറ്റുകൾ, ഈ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റുകളാണ് ഇവന്റുകൾ. ഓക്കെ അല്ലേ? സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റുകളാണ് ഇവന്റുകൾ. ഓക്കെ അല്ലേ? ഞാൻ ഇപ്പൊ ഇവന്റുകൾക്ക് എപ്പോഴും നമ്മൾ പേര് കൊടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചാണ് കേട്ടോ. ഇപ്പൊ ഞാൻ എ എന്ന് പറഞ്ഞ ഒരു ഇവന്റ് എഴുതാൻ പോവുകയാണ്. അപ്പൊ എ ഈക്വൽ ടു എ എന്ന് പറയുന്ന ഇവന്റ് ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ്: ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ. എനിക്ക് ഒരു ഓഡ് നമ്പർ കിട്ടണം. അപ്പോൾ ഇതിന്റെ അകത്തുനിന്ന് എടുത്തെഴുതണം ഓഡ് നമ്പർ. അവരാരൊക്കെയാണ് നോക്ക്? ഓഡ് നമ്പർ ആരാണ്? 1 3 5. അത്രേ ഉള്ളൂ. അപ്പൊ 1 3 5 ഒരു ഇവന്റ് ആണ്. ഓക്കെ. ഇനി ഞാൻ വേറൊരു ഇവന്റ് ബി എന്ന് വിളിച്ചു അല്ലെ? ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 5. എനിക്ക് 5ന്റെ മൾട്ടിപ്പിൾ വരണം. 5ന്റെ മൾട്ടിപ്പിൾ ആര് മാത്രമേ ഉള്ളൂ? 5 മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ ഞാൻ അത് 5 മാത്രം എടുത്ത് എഴുതി. അപ്പൊ ഇതൊരു ഇവന്റ് ആണ്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് എടുത്ത് എഴുതുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ സെറ്റുകളെയാണ് നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത്. അടുത്ത റാൻഡം എക്സ്പെരിമെന്റ് പറയുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ, വേറൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ട് പറയാം. നോക്കിയേ, ഈ ടോസിങ് എ കോയിൻ. ഞാൻ ഒരു കോയിൻ എറിയുവാണ്. ടോസിങ് എ കോയിൻ. ഒരു കോയിൻ എറിയുവാണ്. ഒരു കോയിൻ എറിയുമ്പോൾ എനിക്ക് വരുന്ന സാമ്പിൾ സ്പേസ് ആരൊക്കെയാണ്? ഒരു കോയിൻ എറിഞ്ഞാൽ എനിക്ക് ഒന്നെങ്കിൽ ഹെഡ് വീഴാം അല്ലെങ്കിൽ ടെയിൽ വീഴാം. ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ അത് വെച്ച് നമുക്ക് ഇവന്റ് പറയാൻ കുറച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. പറയാനൊക്കെ പറ്റും. അപ്പൊ ഞാനൊരു എളുപ്പത്തിന് വേണ്ടി, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ രണ്ടാമത്തെ റാൻഡം എക്സ്പെരിമെന്റ് എടുക്കുന്നത്, ഒന്നാമത്തെ റോളിംഗ് എ ഡൈ എടുത്തു, രണ്ടാമത്തെ എടുക്കുന്നത് ടോസിങ് എ കോയിൻ അല്ല, ഞാൻ 2 കോയിൻ എടുക്കുവാണ്. ടോസിങ് 2 കോയിൻസ്. ഞാൻ ഒരേ തവണ 2 കോയിനുകൾ എറിയും. അപ്പൊ ഇതിന്റെ റിസൾട്ടുകളെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇതിന്റെ സാമ്പിൾ സ്പേസ് ഒന്ന് പറ. ഒന്നെങ്കിൽ 2ലും ഹെഡ് വീഴാം. ഓക്കെ. അല്ലെങ്കിൽ 1ൽ ഹെഡും 1ൽ ടൈൽ വീഴാം. അല്ലെങ്കിൽ തിരിച്ച് 1ൽ ടൈലും 1ൽ ഹെഡും വീഴാം. അല്ലെങ്കിൽ 2ലും ടൈൽ വീഴാം. ഇത്രയും റിസൾട്ടുകൾ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ സാമ്പിൾ സ്പേസ്. ഇനി ഇതിന്റെ അകത്ത് നിന്ന് എഴുതുന്ന ചെറിയ സെറ്റുകളെയാണ് നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇവന്റ്സ് ഞാൻ എ എന്ന് പറയുന്ന ഒരു ഇവന്റ് പറയാൻ പോവുകയാണ്. ഗെറ്റിംഗ് എക്സാക്ട്ലി 1 ഹെഡ്. എനിക്ക് ഒരു ഹെഡ് കിട്ടണം, നിർബന്ധം. ഒരു ഹെഡ് കിട്ടുന്ന ആരൊക്കെയുണ്ട്? HT-യിൽ ഒരെണ്ണമാണ്, TH-ൽ ഒരെണ്ണമാണ്. അപ്പോൾ ഞാൻ HT-യും എഴുതി, ഞാൻ HT-യും എഴുതി, TH-ഉം എഴുതി. ഓക്കെ അല്ലേ? ഇനി ഒരെണ്ണം കൂടി പറയണം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. P എന്ന് ഞാൻ പേര് കൊടുത്തു. ഒരു ഇവന്റ് നോക്കിയേ, ഗെറ്റിംഗ് എക്സാക്ട്ലി 2 ഹെഡ്. 2 ഹെഡ് കിട്ടുന്ന ആരൊക്കെയുണ്ട്? അപ്പൊ ഞാൻ അതിനെ എഴുതി എന്താണ്? 2 ഹെഡ് കിട്ടുന്ന ആരൊക്കെയാണ്? ഒന്ന് H-ഉം രണ്ടാമത്തെ H-ഉം. ഓക്കെ. HH മാത്രമല്ലേ 2 ഹെഡ് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇവന്റ് എഴുതുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവന്റ് എഴുതാൻ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും വളരെ എളുപ്പത്തിൽ. ഇത് നമുക്ക് 2 എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എ ഡൈ ഈസ് ത്രോൺ. ഡിസ്ക്രൈബ് ദ ഫോളോയിങ് ഇവന്റ്സ്. താഴെ പറഞ്ഞിട്ടുള്ള ഇവന്റുകൾ എഴുതണം. ഓക്കെ അല്ലേ? അപ്പൊ ഡൈ ഈസ് ത്രോൺ ആണെങ്കിൽ ആദ്യം അതിന്റെ സാമ്പിൾ സ്പേസ് എഴുതാം. ഒരു ഡൈ എറിഞ്ഞാൽ ആദ്യം അതിന്റെ സാമ്പിൾ സ്പേസ് എഴുതാം. ഒരു ഡൈ എറിഞ്ഞാലുള്ള സാമ്പിൾ സ്പേസ് ഏതൊക്കെയാണ്? വളരെ സിമ്പിൾ. ഇതേ ശ്രദ്ധിച്ചോ. S ഈക്വൽ ടു 1 2 3 4 5 6. ഓക്കെ അല്ലേ? ഇതാണ് സാമ്പിൾ സ്പേസ്. ഫസ്റ്റ് നമ്പർ എ നമ്പർ ലെസ് ദാൻ 6. ഫസ്റ്റ് എന്താണ്? എ നമ്പർ ലെസ് ദാൻ 6. 6ൽ കുറവായിട്ടുള്ള ആരൊക്കെയുണ്ട്? 5 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്. 6ൽ കുറവായിട്ട്. അപ്പൊ എ എന്ന് പറയുന്ന ഇവന്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ്?
1 2 3 4 5 സിമ്പിൾ. 6ൽ കുറവായിട്ടുള്ള ആൾക്കാർ. രണ്ടാമത്തെ ആൾക്കാരെടുത്തു എ നമ്പർ ഗ്രേറ്റർ ദാൻ 6. 6ൽ കൂടുതലായിട്ടുള്ള ആൾക്കാർ അവരാണ് ബി എന്ന് പറഞ്ഞ ആൾക്കാർ. അപ്പോൾ 6ൽ കൂടുതലായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ആരുമില്ലെങ്കിൽ നൾ സെറ്റ്. ഓക്കെ അല്ലേ? ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതിക്കൊള്ളണം? ഇങ്ങനെ എഴുതിക്കൊള്ളണം. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. എ മൾട്ടിപ്പിൾ ഓഫ് 3. സി എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്പിൾ ഓഫ് 3. 3യുടെ മൾട്ടിപ്പിൾ ആരൊക്കെയുണ്ട്? 3 ഉണ്ട്, 6 ഉണ്ട്. അപ്പൊ 3,6 സിമ്പിൾ. ഓക്കെ അല്ലേ? ഫോർത്ത് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വൺ എന്താണ്? എ നമ്പർ ലെസ് ദാൻ 4. ഡി എന്താണ്? നമ്പർ ലെസ് ദാൻ 4. എടാ 4ൽ താഴെയുള്ള ആരൊക്കെയുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട് അല്ലെ? 1 2 3 സിമ്പിൾ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഇവന്റുകൾ എഴുതുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. എ കോയിൻ ഈസ് ടോസ്ഡ് 3 ടൈംസ്. അപ്പൊ ശ്രദ്ധിച്ചോളണം, ഒരു കോയിൻ എത്ര തവണയാണ് എറിഞ്ഞത്? 3 ടൈംസ്. കൺസിഡർ ദ ഫോളോയിങ് ഇവന്റ്സ്. അപ്പോ 3 ടൈംസ് ആണ് കേട്ടോ കോയിൻ എറിയുന്നത്. നമ്മൾ നേരത്തെ 2 ടൈംസ് എറിയുന്നതാണ് പറഞ്ഞത്. 3 ടൈംസ് എറിഞ്ഞാൽ എത്ര റിസൾട്ടുകൾ ഉണ്ടാവും? ഇവിടെ നോക്ക്. എച്ച് 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 3ലും ഹെഡ് വീഴാം. ആദ്യത്തേൽ ഹെഡും 2ൽ ടൈല് വീഴാം. ആദ്യത്തേൽ ഹെഡ്, രണ്ടാമത്തേൽ ടൈല്, രണ്ടാമത്തേൽ ഹെഡ് വീഴാം. ആദ്യത്തേൽ ഹെഡ്, രണ്ടാമത്തേൽ ഹെഡ്, മൂന്നാമത്തേൽ ടൈൽ വീഴാം. ഇത്രയുമാണ് ഹെഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇതിന്റെ തന്നെ ടെയിലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എഴുതാൻ ഈ എച്ച് കാണുന്നിടത്തൊക്കെ ടി, ടി കാണുന്നിടത്തൊക്കെ എച്ച് അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പൊ എന്താണ്? ടി ടി ടി. പിന്നെ എന്താണ്? ടി എച്ച് എച്ച്. അടുത്തത് ടി എച്ച് ടി. അടുത്തത് ടി ടി എച്ച്. ഓക്കെ അല്ലേ? അങ്ങനെ മൊത്തം എത്ര റിസൾട്ടുകൾ ഉണ്ട്? 8 റിസൾട്ടുകൾ ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഓരോ ഇവന്റുകളായിട്ട് എഴുതാം. എ ഈക്വൽ ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നോ ഹെഡ് അപ്പിയേഴ്സ്. ഒരു ഹെഡ് പോലും ഉണ്ടാവരുത്. ഇവിടെ ഒരു ഹെഡ് ഉണ്ട്, ഇവിടെ ഒരു ഹെഡ് ഉണ്ട്, ഇവിടെ ഒരു ഹെഡ് ഉണ്ട്, ഇവിടെ ഒരു ഹെഡ് ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഒരു ഹെഡും ഇല്ലാത്ത ആരാണുള്ളത്? ടി 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 അല്ലെ? ടി ടി ടി. ഓക്കെ സെറ്റ്. ബി ബി എന്താണ്? എക്സാക്ട്ലി 1 ഹെഡ് അപ്പിയേഴ്സ്. എക്സാക്ട്ലി ഒരു ഹെഡ് വരണം. എക്സാക്ട്ലി വരണം. ഒരു ഹെഡ് ഉള്ളവർ മാത്രം. ഇവൻ ഒരു ഹെഡാണ് അല്ലെ? എച്ച് ടി ടി. അപ്പൊ അവനൊന്ന് എഴുതിയേക്കാം. എച്ച് ടി ടി. ഓക്കെ. പിന്നെ നോക്ക്. അപ്പൊ ഇവൻ എഴുതി നമ്മൾ. എച്ച് ടി എച്ചിൽ 2 ഉണ്ട്, എച്ച് എച്ച് ടിയിൽ 2 ഉണ്ട്, ടി ടി ടിയിൽ ആരുമില്ല, ടി എച്ച് എച്ചിൽ 2 ഉണ്ട്. ഇവൻ എഴുതാം ടി എച്ച് ടി. ടി എച്ച് ടി. ഓക്കെ അല്ലേ? പിന്നെ ടി ടി എച്ച്. ഇവിടെ ഇവിടെ ഒരെണ്ണമുള്ളത് ടി ടി എച്ച്. അവിടെയും ഒരെണ്ണമുള്ളത് ടി ടി എച്ച്. ഓക്കെ അല്ലേ? അപ്പോ എക്സാക്ട്ലി 1 ഹെഡ് വരുന്നത് ഇവിടെ. അടുത്തത് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്. ശ്രദ്ധിച്ചോളേ. ഇത് മിക്കവരും തെറ്റിച്ച് കളയുന്നതാണ്. അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 2 ഹെഡ് അല്ലേ? അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 2 ഹെഡ്. ഇപ്പൊ 2ൽ താഴെ പോകാൻ പറ്റുമോ? ഇല്ല. അത് കൂടിപ്പോയ പ്രശ്നമുണ്ടോ? അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ 2 വീണ കുഴപ്പമില്ല, 3 ഹെഡ് വന്നാലും കുഴപ്പമില്ല. 3ൽ കൂടുതൽ കൂടി പോകാൻ പറ്റുമോ? 3ൽ കൂടി ഹെഡ് എഴുതാൻ പറ്റൂല. അതുകൊണ്ടാണ് കേട്ടല്ലോ. അപ്പൊ അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ 2 ഹെഡ് ആയാലും കുഴപ്പമില്ല, 3 ഹെഡ് ആയാലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? അപ്പൊ അവരാരൊക്കെയാണ്? ശ്രദ്ധിച്ചോ. 3 ഹെഡ് ആയ കുഴപ്പമില്ല. എച്ച് 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 എടുത്തു. എച്ച് എച്ച് എച്ച്. അടുത്തത് 2 ഹെഡ് ഉള്ളവര് ഇവനെ പറ്റൂല. ഇവനെടുക്കാം. എച്ച് ടി എച്ച്. എച്ച് ടി എച്ച്. ഓക്കെ അല്ലേ? ഇവിടെ 2 ഹെഡ് എച്ച് എച്ച് ടി. എച്ച് എച്ച് ടി. ഓക്കെ അല്ലേ? ടി 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 പറ്റൂല. ടി എച്ച് എച്ച് പറ്റും. ടി എച്ച് എച്ച്. ഓക്കെ അല്ലേ? അടുത്ത ടി എച്ച് ടി പറ്റൂല, ടി ടി എച്ച് പറ്റൂല. അപ്പൊ ഇത്ര ആൾക്കാർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇവന്റ് എഴുതുന്നത്. അപ്പൊ ഇവന്റ് എഴുതുന്ന സെറ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തത് ഈ ഇവന്റുമായി ബന്ധപ്പെട്ട് 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു സെഷൻ ഉണ്ട്. അതായത് നമുക്ക് ടൈപ്പ് ഓഫ് ഇവന്റ്സ് ഉണ്ട്. അതായത് ഇവന്റുകളിൽ തന്നെ കുറച്ച് ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പാണ് പറയാൻ പോകുന്നത്. നമുക്ക് മൊത്തം 4 ടൈപ്പ് ഇവന്റ്സ് ഉണ്ട്. 4 എണ്ണം ഉണ്ട്. അതിൻ്റെ ആദ്യത്തത് ഇമ്പോസിബിൾ ഇവന്റ്സ്. എന്താണ്? ഇമ്പോസിബിൾ ഇവന്റ്സ്. രണ്ടാമത്തത് ഷുവർ ഇവന്റ്. മൂന്നാമത്തത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. നാലാമത്തത് എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ്. ഇങ്ങനെ 4 ഇവന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. കുറെ ഉണ്ട്, പക്ഷെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഇവർ 4 പേരും. അപ്പൊ തുടങ്ങാം. അപ്പൊ ആദ്യം എന്താണ് ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറയാം. നമുക്ക് ആ ഡൈ റോൾ ചെയ്യുന്നത് വെച്ച് പറയാം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. നോക്കിയേ, ഞാൻ ഒരു ഡൈ റോൾ ചെയ്യുന്ന എടുക്കുവാണ്. റോളിംഗ് എ ഡൈ. അപ്പൊ അതിന്റെ സാമ്പിൾ സ്പേസ് എന്ത് വരും? 1 2 3 4 5 6. ഓക്കെ അല്ലേ? ഞാൻ നിങ്ങളോട് ഒരു ഇവന്റ് പറയുവാണ്. ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 6.
ഗ്രേറ്റർ ദാൻ 6. അതായത് 6ൽ കൂടുതലുള്ള ഒരു നമ്പർ കിട്ടുന്ന ഇവന്റ് പറയാൻ പോവുകയാണ്. ഓക്കെ അല്ലെ? 6ൽ കൂടുതൽ നമ്പർ കിട്ടുന്ന ഒരു ഇവന്റ് പറയുവാണ്. 6ൽ കൂടുതൽ കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ നൾ സെറ്റ് എന്ന് എഴുതി. ഇങ്ങനെ ആരുമില്ലാത്ത, ശ്രദ്ധിച്ചോളണം, ആരുമില്ലാത്ത ഇവന്റുകളെയാണ്, അല്ലെങ്കിൽ ഇവന്റ് നൾ സെറ്റ് ആയാൽ ആ ഇവന്റുകളെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇംപോസിബിൾ ഇവന്റ്സ്. എന്താണ്? ആ ഇവന്റ് എന്തായിരിക്കും? ആ ഇവന്റ് നൾ സെറ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അതെ വേറൊരു ഇവന്റ് പറയാം. നോക്കിയേ, ഗെറ്റിംഗ് എ നമ്പർ which is a multiple of 7. Multiple of 7 ഇതിന്റെ അകത്ത് ഏതാണെന്ന് എഴുതണം. ഇതിന്റെ അകത്ത് multiple of 7 ഉണ്ടോ? ഇല്ല. multiple of 7 ഇല്ല. അപ്പൊ ഇതും നൾ സെറ്റ് ആണ്. അപ്പോ ഇവന്റ് നൾ സെറ്റ് വന്നാൽ അതിനെ പറയുന്ന പേരാണ് ഇംപോസിബിൾ ഇവന്റ്. ഓക്കെ ആയില്ലേ? ഒരു ഇവന്റ് നൾ സെറ്റ് വന്നാൽ അവനാണ് ഇംപോസിബിൾ ഇവന്റ്. അപ്പൊ നിങ്ങൾക്ക് ഷുവർ ഇവന്റ് രണ്ടാമത്തവൻ ആലോചിക്കാം. ഒരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ റോളിംഗ് എ ഡൈ തന്നെ എടുത്തു. ഞാൻ എന്താണ്? റോളിംഗ് എ ഡൈ തന്നെ എടുത്തു. ഡൈ എറിയുന്ന കേസ് തന്നെ എടുത്തു. സാമ്പിൾ സ്പേസ് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ 1, 2, 3, 4, 5, 6. ഓക്കെ അല്ലേ? ഞാനൊരു ഇവന്റ് പറയുവാണ്. നോക്കിയേ, ഗെറ്റിംഗ് എ നാച്ചുറൽ നമ്പർ. എനിക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടിയാൽ മതി. അപ്പൊ നാച്ചുറൽ നമ്പർ ആരൊക്കെയാ? നോക്കി പറ. 1 നാച്ചുറൽ നമ്പർ ആണ്, 2 ആണ്, 3 ആണ്, 4 ആണ്, 5 ആണ്, 6 ആണ്. അപ്പൊ എല്ലാവരും ആയില്ലടാ. അതായത് ഈ സാമ്പിൾ സ്പേസ് മുഴുവനായില്ലേ? അപ്പോ ഒരു ഇവന്റിന്റെ ആൻസർ സാമ്പിൾ സ്പേസ് മുഴുവൻ കിട്ടിയാൽ അവനെ പറയുന്ന പേരാണ് ഷുവർ ഇവന്റ്. എന്താണ്? ഒരു ഇവന്റ് ആയിട്ട് സാമ്പിൾ സ്പേസ് മുഴുവൻ കിട്ടിയാൽ അവൻ എന്താടാ? ഷുവർ ഇവന്റ്. ഓക്കെ അല്ലേ? അപ്പൊ വേറൊരെണ്ണം പറയാം. ബി. ഓക്കെ അല്ലേ? ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ 10. 10ൽ താഴെയുള്ള നമ്പറുകൾ പറയണം. 1 10ൽ താഴെയാണ്, 2 10ൽ താഴെയാണ്, 3 താഴെയാണ്, 4 താഴെയാണ്, 5 താഴെയാണ്, 6 താഴെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ടതാണ്, നമ്മളൊരു ഇവന്റ് എഴുതിയപ്പോ നമുക്ക് സാമ്പിൾ സ്പേസ് മുഴുവനായിട്ടും കിട്ടി. അങ്ങനെ ഇവന്റ് സാമ്പിൾ സ്പേസ് മുഴുവനായിട്ടും കിട്ടിയാൽ ആ ഇവന്റിനെ പറയുന്ന പേരാണ് ഷുവർ ഇവന്റ്. എന്താണ്? ഷുവർ ഇവന്റ്. വളരെ സിമ്പിൾ. ഓക്കെ അല്ലേടാ? ഇത്രേ ഉള്ളൂ. അടുത്ത 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഒന്ന് മ്യൂച്വലി എക്സ്ക്ലൂസീവും ഒന്ന് മ്യൂച്വലി എക്സ്ഹോസ്റ്റീവും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ രണ്ട് ഇവന്റുകൾ ഉണ്ടാവുമേ. 2 ഇവന്റുകൾ വെച്ചാണ് അവര് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ അവര് മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ആണോ എന്ന് പറയുന്നത്. മറ്റേ ഷുവറും ഇമ്പോസിബിളും പറയാൻ ഒരാൾ മതിയായിരുന്നു. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എക്സ്ഹോസ്റ്റീവും പറയാൻ 2 പേരുകൾ വേണം. അപ്പൊ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ റോളിംഗ് എ ഡൈ എന്ന് പറയുന്ന റാൻഡം എക്സ്പെരിമെന്റ് തന്നെ എടുക്കുന്നു. ഓക്കെ അല്ലേ? റോളിംഗ് എ ഡൈ. എന്നിട്ട് അപ്പൊ അതിന്റെ സാമ്പിൾ സ്പേസ് എന്ത് വന്നു? 1, 2, 3, 4, 5, 6. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇനി ഞാൻ എ എന്ന് പറയുന്ന ഒരു ഇവന്റ് എടുക്കുവാണ്. ശ്രദ്ധിച്ച്, ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. എനിക്കൊരു ഈവൻ നമ്പർ വേണം. ഓക്കെ അല്ലേ? അപ്പൊ ഈവൻ നമ്പർ ആരൊക്കെയാടാ? 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട് അല്ലെ? 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ബി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു 2 ഇവന്റ് ഉണ്ടെങ്കിലേ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ആളെടുത്തു ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ. ഞാൻ ഓഡ് നമ്പർ എടുത്തു. എനിക്ക് ഓഡ് നമ്പർ കിട്ടണം. അപ്പൊ ഓഡ് നമ്പർ ആരൊക്കെയാണ്? 1, 3, 5 അല്ലെ? അപ്പൊ ഞാൻ എടുത്തു 1, 3, 5. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ശ്രദ്ധിച്ചോടാ, വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ ഈ എയും ബിയും കൂടി നോക്കിയേ, എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും കൂടി ഇന്റർസെക്ഷൻ എടുക്കുവാണ്. എയും ബിയും കൂടി ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നോക്കിയേ, എയിൽ ആരൊക്കെയുണ്ട്? നിങ്ങളൊന്ന് നോക്കി പറഞ്ഞേ. എയിൽ ആരൊക്കെയുണ്ട്? എയില് 2, 4, 6ഉം ബിയിൽ ആരൊക്കെയുണ്ട്? ബിയില് 1, 3, 5ഉം. ഓക്കെ അല്ലേ? അപ്പൊ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ആര് വരും? ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ കോമൺ എലമെന്റ് ആരെങ്കിലും ഉണ്ടാന്ന് ചോദിച്ചേക്കുന്നത്. കോമൺ എലമെന്റ് ആരും ഇല്ല. അതായത് ഇന്റർസെക്ഷൻ എടുത്തപ്പോൾ നൾ സെറ്റ് വന്നു. അപ്പോ
എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് ഇവന്റുകൾ ഉണ്ട്, അവരുടെ ഇന്റർസെക്ഷൻ നൾ സെറ്റ് വന്നാൽ അവരെ പറയുന്ന പേരാണ്, ശ്രദ്ധിച്ചേ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, പി എന്നും ക്യൂ എന്നും രണ്ട് ഇവന്റുകൾ ഉണ്ട്, ഇവര് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ഇന്റർസെക്ഷൻ ക്യൂ എടുക്കുക, നൾ സെറ്റ് ആണെങ്കിൽ അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. എം എന്നും എൻ എന്നും രണ്ട് ഇവന്റുകൾ ഉണ്ട്, ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എം ഇന്റർസെക്ഷൻ എൻ എടുക്കുക, അത് നൾ സെറ്റ് ആണെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവും. അപ്പോ ഇന്റർസെക്ഷൻ എടുത്താൽ നൾ സെറ്റ് വന്നാൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. സിമ്പിൾ അല്ലെ? അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് വൺ എന്താണ്? മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ്. എന്താണ്? എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ് ആണോ എന്ന് നോക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഇവന്റുകൾ വേണം, രണ്ട് ഇവന്റുകൾ ഉണ്ടെങ്കിലേ മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ റോളിംഗ് എ ഡൈ തന്നെ എടുക്കുവാണ് ഞാൻ. അപ്പോ ഇതിന്റെ സാമ്പിൾ സ്പേസ് എന്ത് വന്നു? 1 2 3 4 5 6. പക്ക. ഓക്കെ, ഇനി എന്താണ്? ഞാൻ എ എന്ന് പറയുന്ന ഇവന്റ് എടുത്തു. ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 3. 3ൽ കൂടുതലുള്ള നമ്പറുകൾ എടുക്കുക. 3ൽ കൂടുതൽ ആരൊക്കെ ഉണ്ടാ? 4 5 6 അല്ലെ? 4 5 6. ഓക്കെ അല്ലെ? ബി എന്ന് പറയുന്ന ഒരു ഇവന്റ് എടുക്കുവാണ്. എന്താണ്? ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ 4. ഞാൻ രണ്ടാമത്തെ ഒരു ഇവന്റ് പറഞ്ഞു, ലെസ് ദാൻ 4. 4ൽ താഴെയുള്ള ആൾക്കാർ വേണം. 4ൽ താഴെ ആരൊക്കെ ഉണ്ട്? 1 2 3 അല്ലെ? 1 2 3. അപ്പോ നോക്കിക്കേ, അപ്പൊ രണ്ട് ഇവന്റുകൾ കിട്ടി. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇത് മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ആണോ? ഇത് മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ആണോ എന്നറിയാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവരുടെ രണ്ടുപേരുടെയും യൂണിയൻ എടുക്കുക. അതായത് എ യൂണിയൻ ബി എടുക്കുക. എ എന്ന് പറഞ്ഞാൽ ആരാ? 4 5 6. എ ആരാടാ? എ 4 5 6. ബി ആരാടാ? ബി 1 2 3. ഇവർ രണ്ടുപേരെയും യൂണിയൻ എടുക്കണം എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും ചേർത്തെടുക്കണം, കോമൺ ഉള്ളവരെ ഒഴിവാക്കണം. അപ്പൊ ഞാൻ 1 2 3 എടുത്തു, അപ്പുറത്ത് 4 5 6 ആണ് അല്ലെ? യൂണിയൻ എടുത്തു. മറ്റേത് ഇന്റർസെക്ഷൻ ആയിരുന്നു, ഇത് യൂണിയൻ. അപ്പോ യൂണിയൻ എടുത്തു. ശ്രദ്ധിച്ചോളെ, യൂണിയൻ എടുത്തു. ഇങ്ങനെ യൂണിയൻ എടുത്താൽ, രണ്ട് ഇവന്റുകളുടെ യൂണിയൻ എടുത്താൽ നമുക്ക് സാമ്പിൾ സ്പേസ് കിട്ടിയാൽ, ശ്രദ്ധിച്ചേ, സാമ്പിൾ സ്പേസ് കിട്ടിയോന്ന് നോക്കിയാൽ 1 2 3 4 5 6 സാമ്പിൾ സ്പേസ് കിട്ടി. രണ്ട് ഇവന്റുകളുടെ യൂണിയൻ എടുത്താൽ സാമ്പിൾ സ്പേസ് കിട്ടിയാൽ അവരെ രണ്ടുപേരെയും നമ്മൾ എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ് എന്ന് പറയും. എന്താണ് ഈ എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ് എന്ന് പറയും? സിമ്പിൾ കാര്യം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, പിയും ക്യൂ എന്ന് പറഞ്ഞ ഇവന്റ് ഉണ്ട്, ഇത് എക്സ്ഹോസ്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പിയും ക്യൂവും കൂടി യൂണിയൻ എടുക്കണം. അപ്പൊ സാമ്പിൾ സ്പേസ് കിട്ടുന്നുണ്ടോ നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു എമ്മും എൻ എന്നും പറഞ്ഞത് രണ്ട് ഇവന്റ് ഉണ്ട്, ഇത് എക്സ്ഹോസ്റ്റീവ് ആണെന്ന് അറിയാൻ എമ്മും എന്നും കൂടി യൂണിയൻ എടുക്കണം. അപ്പൊ സാമ്പിൾ സ്പേസ് കിട്ടുന്നുണ്ടോ നോക്കണം. അപ്പോ എയും ബിയും കൂടി യൂണിയൻ എടുത്തപ്പോ സാമ്പിൾ സ്പേസ് കിട്ടിയാൽ അവരെ നമ്മൾ പറയും എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ്. ഓക്കെ അല്ലേ? 4 കാര്യങ്ങളും ഓക്കെ ആയില്ലേ? എന്തായിരുന്നു 4 ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇവന്റ് കണ്ടുപിടിച്ചപ്പോ നമുക്ക് നൾ സെറ്റ് കിട്ടി, അത് ഇമ്പോസിബിൾ ഇവന്റ്. ഷുവർ ഇവന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്റ് കണ്ടുപിടിച്ചപ്പോ നമുക്ക് സാമ്പിൾ സ്പേസ് കിട്ടി, അത് ഷുവർ ഇവന്റ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ രണ്ട് ഇവന്റുകൾ ഉണ്ട്, അവര് തമ്മിലുള്ള ഇന്റർസെക്ഷൻ നൾ സെറ്റ് കിട്ടിയാൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. രണ്ട് ഇവന്റുകൾ ഉണ്ട്, അവരുടെ യൂണിയൻ സാമ്പിൾ സ്പേസ് കിട്ടിയാൽ അവൻ എക്സ്ഹോസ്റ്റീവ്. ഇത്ര ഉള്ളു പഠിക്കാൻ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവും എക്സ്ഹോസ്റ്റീവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. എ കോയിൻ ഈസ് ടോസ്ഡ് 3 times. അപ്പൊ 3 തവണയാണ് കോയിൻ ടോസ് ചെയ്യുന്നത്. കൺസിഡർ ദ ഫോളോയിങ് ഇവന്റ്സ്. എ എന്ന് പറയുന്ന ഒരു ഇവന്റും ബി എന്ന് പറയുന്ന ഒരു ഇവന്റും തന്നിട്ടുണ്ട്. ഡു ദേ ഫോം എ സെറ്റ് ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ്. ഇത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എക്സ്ഹോസ്റ്റീവ് ആണോ എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കോയിൻ ടോസ്ഡ് 3 times ആണ്. അപ്പൊ അതിന്റെ സാമ്പിൾ സ്പേസ് ഒന്ന് എഴുതാം. ആദ്യം നമുക്ക് സാമ്പിൾ സ്പേസ് ഒന്ന് എഴുതാം. എങ്ങനെയാ സാമ്പിൾ സ്പേസ്? ഒന്നുകിൽ 3 ഹെഡ്, HTT വരാം, HTH വരാം, HHT വരാം.
എച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലായി. പിന്നെ ടി 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 വരാം, ടി 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 എച്ച് എച്ച് വരാം, അല്ലെങ്കിൽ ടി എച്ച് ടി വരാം, അല്ലെങ്കിൽ ടി ടി എച്ച് വരാം. മൊത്തം 8 പേരുമായി. ഇനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? എ, നോ ഹെഡ് അപ്പിയേഴ്സ്. ഹെഡ് വരാനേ പാടില്ല. ഹെഡ് വരാത്ത ആരൊക്കെയുണ്ട്? ഇവിടെ ഹെഡ് ഉണ്ട്, ഹെഡ് ഉണ്ട്, ഹെഡ് ഉണ്ട്, ഹെഡ് ഉണ്ട്, ഹെഡ് ഉണ്ട്, ഹെഡ് ഉണ്ട്, ഹെഡ് ഉണ്ട്. ഇവിടെ ഹെഡ് ഇല്ല. അപ്പൊ ഹെഡ് വരാത്ത ആര് മാത്രമേ ഉള്ളൂ? ടി 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 മാത്രമേ ഉള്ളൂ. ഓക്കെ, സെറ്റ്. ബി എന്ന് പറയുന്ന ആൾ, ബി എന്താടാ? എക്സാക്ട്ലി 1 ഹെഡ് അപ്പിയേഴ്സ്. ഒരു ഹെഡ് വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഒരു ഹെഡ് വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? എച്ച്, ഇവൻ എന്താണ്? എച്ച് ടി ടി, എച്ച് ടി ടി ഒരു ഹെഡാണ്. അടുത്തത് ഇവൻ പറ്റൂല, ഇവൻ പറ്റൂല, ഇവൻ പറ്റൂല, ഇവൻ പറ്റൂല. ഇവനും ടി എച്ച് ടി, ടി എച്ച് ടി ഒരു ഹെഡാണ്. ഇവനും ടി ടി എച്ച് ഒരു ഹെഡ് അല്ലേ? ടി ടി എച്ച് ഒരു ഹെഡാണ്. ഓക്കെ അല്ലേ? അവർ 2 സാധനങ്ങൾ എഴുതി, അല്ലെങ്കിൽ 2 ഇവന്റുകൾ എഴുതി നമ്മൾ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇനി എന്താ ചോദിച്ചേക്കുന്നത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എക്സോസ്റ്റീവ് ആണോ എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. എക്സ്ക്ലൂസീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. എക്സ്ക്ലൂസീവ് ആണോ എന്ന് നോക്കാൻ എന്ത് ചെയ്യണം? എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്ക്. എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് ടി 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 ആരുമില്ല. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് കിട്ടി. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് കിട്ടിയാൽ അവരാരാണ്? ഉറപ്പായിട്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എന്താണ്? എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. സെറ്റ്. ഓക്കെ അല്ലേ? അടുത്തത് എക്സ്ഹോസ്റ്റീവ് ആണോ നോക്കുവാണ്. എക്സ്ഹോസ്റ്റീവ് ആണോ നോക്കുവാണ്. എക്സ്ഹോസ്റ്റീവ് ആണോ നോക്കാൻ രണ്ടിന്റെയും കൂടി യൂണിയൻ എടുക്കുക. യൂണിയൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും എടുക്കുക. ആരെയൊക്കെ എടുക്കാം? ടി 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 എടുത്തു, എച്ച് ടി ടി എടുത്തു, എച്ച് ടി ടി എടുത്തു, ടി എച്ച് ടി എടുത്തു, ടി എച്ച് ടി എടുത്തു, ടി ടി എച്ച് എടുത്തു, ടി ടി എച്ച് എടുത്തു. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എക്സോസ്റ്റീവ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എ യൂണിയൻ ബി എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഈ സാമ്പിൾ സ്പേസ് മുഴുവൻ കിട്ടിയോ? ഇല്ല, ഇവിടെ 4 പേരേ ആയിട്ടുള്ളൂ. മൊത്തം 8 പേരുണ്ട്. അപ്പോ സാമ്പിൾ സ്പേസ് ആയില്ല. അപ്പൊ ഇത് എക്സ്ഹോസ്റ്റീവ് ആണോ? അപ്പൊ നമ്മൾ എഴുതും എ ആൻഡ് ബി ആർ നോട്ട് എക്സ്ഹോസ്റ്റീവ്. സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പൊ ഈ മോഡലിൽ ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും, ശ്രദ്ധിച്ചോളൂ. ഇനിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന സെഷനിലേക്ക് കടക്കുന്നത്. ഇനിയാണ് പ്രോബബിലിറ്റി. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ പ്രധാന ഭാഗത്തിലേക്ക് കടക്കുവാണ്. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ്. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് നമ്മൾ പണ്ട് ഉപയോഗിച്ച മെത്തേഡ് തന്നെയാണ്. പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ സാധാരണ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് ടോട്ടൽ റിസൾട്ട് താഴെ എഴുതും. എന്താണ്? ടോട്ടൽ റിസൾട്ട് താഴെ എഴുതും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേണ്ട ഫേവറബിൾ റിസൾട്ട്, നമുക്ക് വേണ്ട ആൾക്കാർ എന്താണോ അവരുടെ ഫേവറബിൾ റിസൾട്ടുകളുടെ എണ്ണം മുകളിൽ എഴുതും. ഇങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. എക്സാമ്പിൾ പറയണോ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡൈ എറിയുന്ന ഒരു കേസ് എടുക്കാം. റോളിംഗ് എ ഡൈ. എന്താണ്? റോളിംഗ് എ ഡൈ. ശ്രദ്ധിച്ചോ, റോളിംഗ് എ ഡൈ. ഡൈ എറിയുന്ന കേസ് എടുക്കാം. സാമ്പിൾ സ്പേസ് എന്താണ്? 1, 2, 3, 4, 5, 6. ഓക്കെ അല്ലേ? ഇനി ഞാൻ എ എന്ന് പറയുന്ന ഒരു ഇവന്റ് പറയുവാണ്. അതിന്റെ ആൻസർ മാത്രമാണ് കേട്ടോ ഞാൻ എഴുതുന്നത്. ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. അതാരൊക്കെയാണ്? 2, 4, 6. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, ഈ എയുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ പി ഓഫ് എ എന്ന് എഴുതും. നമ്മൾ അതിനെ എ എന്ന് പറയുന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റി പി ഓഫ് എ എന്ന് എഴുതും. അപ്പൊ പി ഓഫ് എ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞത്? ടോട്ടൽ പ്രോബബിലിറ്റി താഴെ എഴുതണം. അല്ല, ടോട്ടൽ നമ്പർ താഴെ എഴുതണം. ടോട്ടൽ എത്ര സാമ്പിൾ സ്പേസിൽ എത്ര പേരുണ്ടോ അതാണ് ടോട്ടൽ നമ്പർ കൊണ്ടുണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ റിസൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ എത്ര പേരുണ്ട്? 6 പേര്. ആ 6 താഴെ എഴുതി. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഇവന്റിൽ എത്ര പേരുണ്ടെന്ന് എഴുതണം? 1, 2, 3. അപ്പൊ 3/6. വേണമെങ്കിൽ ചെറുതാക്കി 1/2 എന്ന് എഴുതും. ഓക്കെ അല്ലേ? സെക്കൻഡ് ഇവന്റ് നോക്കിയേ, ബി ഈക്വൽ ടു. ഞാൻ നിങ്ങളോട് പറയുവാണ്, ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 4. 4ൽ കൂടുതലുള്ള ആൾക്കാർ വേണം. 4ൽ കൂടുതലുള്ള ആരൊക്കെയുണ്ടാ? 5ഉം 6ഉം ഉണ്ട്. ഓക്കെ അല്ലേ? എനിക്ക് ഈ ബിയുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് ബി. അപ്പൊ എന്താണ്? ടോട്ടൽ റിസൾട്ട് താഴെ എഴുതി. ടോട്ടൽ എത്ര പേരാണ്? 6 പേര്. നമുക്ക് വേണ്ടത് ഫേവറബിൾ ആയിട്ടുള്ളത് ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ 2 പേര്. 2/6. വേണമെങ്കിൽ ചെറുതാക്കി 1/3 എന്ന് എഴുതും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് പ്രോബബിലിറ്റിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.
ഇത്രേ ഉള്ളൂ. ഇനി പ്രോബബിലിറ്റിയിൽ 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന വേറൊരു സെഷൻ ഉണ്ട്. നമ്മുടെ പ്രോബബിലിറ്റിയുടെ വാല്യൂ, ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റിയുടെ വാല്യൂ, ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ഇവന്റ് ഉണ്ട്, അതിന്റെ പ്രോബബിലിറ്റിയാണ് പ്രോബബിലിറ്റി ഓഫ് എ, പി ഓഫ് എ എന്ന് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ വാല്യൂ എപ്പോഴും 0യ്ക്കും 1നും ഇടക്കായിരിക്കും. ഒരിക്കലും ഒരു പ്രോബബിലിറ്റിയുടെ വാല്യൂ 3 കിട്ടൂല, ഒരിക്കലും ഒരു പ്രോബബിലിറ്റിയുടെ വാല്യൂ -2 കിട്ടൂല. എപ്പോഴും പ്രോബബിലിറ്റിയുടെ വാല്യൂ 0യ്ക്കും 1നും ഇടക്കായിരിക്കും. ഇനി ചിലപ്പോ നമ്മൾ പറഞ്ഞു ഷുവർ ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറഞ്ഞില്ലേ, എന്തായിരുന്നു ഇമ്പോസിബിൾ ഇവന്റ്? ഇമ്പോസിബിൾ ഇവന്റ് ഇല്ലേ, ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറഞ്ഞില്ലേ, എന്തായിരുന്നു ഇമ്പോസിബിൾ ഇവന്റ്? നമ്മളൊരു ഇവന്റ് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ഇവന്റ് നൾ സെറ്റ് ആണെങ്കിൽ അതിനെയാണ് ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറയുന്നത്. ആ ഇമ്പോസിബിൾ ഇവന്റിന്റെ പ്രോബബിലിറ്റി എടുത്താൽ 0 ആയിരിക്കും. ശ്രദ്ധിച്ചോളണം, പ്രോബബിലിറ്റി ഓഫ് ഇമ്പോസിബിൾ ഇവന്റ് ഈസ് 0. അതുപോലെ നമ്മളൊരു ഷുവർ ഇവന്റ് പഠിച്ചു. ഷുവർ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇവന്റ് എഴുതി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് സാമ്പിൾ സ്പേസ് മുഴുവൻ ഉണ്ടാവും. അങ്ങനെ ഷുവർ ഇവന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാൽ എന്താണ്? ഷുവർ ഇവന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാൽ 1 ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ 2 കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഓക്കെ അല്ലേ? 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു സെഷനാണ്. പിന്നെ ഇനി പ്രോബബിലിറ്റിയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ ഈ ഒരൊറ്റ സെറ്റിൽ ഞാൻ എല്ലാം പറഞ്ഞുതരാം. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സെറ്റിൽ പഠിച്ച എ യൂണിയൻ ബി ഇവിടെയും ചോദിക്കും. 2 എന്താണ്? എ യൂണിയൻ ബി ഇവിടെയും ചോദിക്കും. എന്താണ് എ യൂണിയൻ ബി? എയിലെയും ബിയിലെയും എല്ലാവരെയും എടുത്ത് എഴുതണം, കോമൺ എലമെന്റുകളെ മാറ്റണം. എയും ബിയും എന്ന് പറഞ്ഞാൽ 2 സെറ്റ് ഉണ്ടാവും, അവരുടെ യൂണിയൻ കണ്ടുപിടിക്കാൻ ചോദിക്കും. അതുപോലെ അവരുടെ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കും, കോമൺ എലമെന്റുകൾ എടുത്ത് എഴുതണം. അതുപോലെ അവരുടെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതല്ല, ഈ യൂണിയന് പറയുന്ന പേര് ഓർ എന്നാണ്. ഓർ എന്ന് എവിടെ കണ്ടാലും യൂണിയൻ ആണെന്ന് ആലോചിച്ചോളൂ. അതുപോലെ ഇന്റർസെക്ഷന് ഇന്റർസെക്ഷന് പറയുന്ന പേര് ആൻഡ് എന്നാണ്. ആൻഡ് എന്ന് എവിടെ കണ്ടാലും ഇന്റർസെക്ഷൻ ആണെന്ന് ആലോചിച്ചോളാം. ഇനി കോംപ്ലിമെന്റിന് പറയുന്ന പേര് നോട്ട് എന്നാണ്. നോട്ട് എ എന്ന് പറഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും എന്തായിരിക്കും? എ കോംപ്ലിമെന്റ് ആയിരിക്കും. നോട്ട് ബി ആണെങ്കിലോ ബി കോംപ്ലിമെന്റ്, നോട്ട് സി ആണെങ്കിലോ സി കോംപ്ലിമെന്റ്. ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പോ ആദ്യം ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ്. അടുത്തത് നിങ്ങൾ മറ്റേ എന്താണ് നമ്മളുടെ സെറ്റിൽ പഠിച്ച ഒരു അഡീഷൻ തിയറം ഉണ്ടായിരുന്നു, നമ്പർ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു സാധനം. അതിവിടെ പ്രോബബിലിറ്റി വെച്ച് പഠിക്കും. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇവനൊന്ന് ഓർത്തിരുന്നോളം, വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ അല്ലേ? അതായത് എ യൂണിയൻ ബി ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി. എന്താണ്? എ യൂണിയൻ ബി ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി. സിമ്പിൾ. ഓക്കെ അല്ലേ? ഇവനെയും ഓർത്തിരുന്നോളൂ. പിന്നെ ഡിമോർഗൻസ് ലോ നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ? ഏതാണ്? അതായത് എന്താണ് ഈ സാധനം? എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. എടാ, നമ്മൾ സെറ്റിൽ വെരിഫൈ ദാറ്റ് അല്ലെങ്കിൽ ഷോ ദാറ്റ് വരുന്ന ഒരു എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അത് പ്രോബബിലിറ്റി വെച്ച് ചോദിക്കും. അതായത് ശ്രദ്ധിച്ചോളണം, ഇമ്പോർട്ടന്റ്. അതായത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. അതുപോലെ തിരിച്ചു, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ്. ഇവനെ ഓർത്തോളണം. സിമ്പിൾ അല്ലടാ, ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇനി 2 കാര്യങ്ങൾ കൂടി ഉള്ളൂ, ശ്രദ്ധിച്ചോളണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള അടുത്ത കാര്യം, എവിടെയെങ്കിലും പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പ്രോബബിലിറ്റി ഓഫ് 1 മൈനസ് പി ഓഫ് എ ചെയ്താൽ മതി. പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് ചോദിച്ചാലോ, പി ഓഫ് ബി കോംപ്ലിമെന്റ് ചോദിച്ചാലോ 1 മൈനസ് പി ഓഫ് ബി. പി ഓഫ് സി കോംപ്ലിമെന്റ് ചോദിച്ചാലോ 1 മൈനസ് പി ഓഫ് സി. പി ഓഫ് ഡി കോംപ്ലിമെന്റ് ചോദിച്ചാലോ 1 മൈനസ് പി ഓഫ് ഡി. ഓക്കെ അല്ലേ? അപ്പോ അടുത്തത് പ്രോബബിലിറ്റി ഓഫ് ഇത് തിരിച്ചു, പി ഓഫ് എ ചോദിച്ചാൽ നമുക്ക് 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ എഴുതാം നമുക്ക്. ഓക്കെ അല്ലേ? അപ്പൊ പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് ബി കോംപ്ലിമെന്റ്. ഓക്കെ അല്ലേ? ഇനി ഇത്രയും പഠിച്ച് ചിലരെ അങ്ങോട്ട് നിർത്തും. ഇത്രയും പഠിച്ച് നിർത്തരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കൂടിയുണ്ട്, വളരെ ഇമ്പോർട്ടന്റ്. ഇത്തവണ നമ്മളുടെ എന്താണ് ക്രിസ്മസ് എക്സാമിനൊക്കെ ചോദിച്ചൊരു സാധനം. അതായത് നോക്കിയേ, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ്. ഇവിടെ നോക്കിയേ, ഇവിടെ 2 പേർക്കും കോംപ്ലിമെന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങോട്ടൊക്കെ മാറ്റി എഴുതാം. ഇവിടെ നോക്കണം, ഇവിടെ ബിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവനെ എങ്ങനെ മാറ്റി എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളണം, പി ഓഫ് കോംപ്ലിമെന്റ് ഇല്ലാതെ കിടക്കുന്ന ആരാണോ അവനെ എടുക്കുക. കോംപ്ലിമെന്റ് ഇല്ലാതെ കിടക്കുന്ന ആരാണ്? എ. പി ഓഫ് എ
മൈനസ്, ഇനി ആ കോംപ്ലിമെന്റ് മാറ്റി എന്ത് പറയുക, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി പറയുക. എടാ ഇത് കിട്ടിയ ഇത് വളരെ ഇമ്പോർട്ടന്റ്. ഈ ഇക്വേഷൻ എഴുതുന്ന നോക്കി, പി ഓഫ്, ഞാൻ എമ്മും എന്നും വെച്ച് എഴുതി കാണിച്ചു തരാം. എം ഇന്റർസെക്ഷൻ എൻ കോംപ്ലിമെന്റ്. ഇതിനെ എങ്ങനെ എഴുതാം, വളരെ സിമ്പിൾ ആയിട്ട്, പി ഓഫ് എം, അതായത് കോംപ്ലിമെന്റ് ഇല്ലാത്ത ആള് മൈനസ് ഈ കോംപ്ലിമെന്റ് മാറ്റി ബാക്കി എല്ലാവരും എം ഇന്റർസെക്ഷൻ എൻ. ഓക്കെ അല്ലേ? അടുത്ത് പ്രോബബിലിറ്റി ഓഫ് ആറും എസും വെച്ച് ഞാൻ എഴുതി കാണിച്ചു തരാം. ആർ ഇന്റർസെക്ഷൻ എസ് കോംപ്ലിമെന്റ് ഈക്വൽ ടു കോംപ്ലിമെന്റ് ഇല്ലാത്ത ആള് പ്രോബബിലിറ്റി ഓഫ് ആർ മൈനസ് എന്താണ്, കോംപ്ലിമെന്റ് മാറ്റി പ്രോബബിലിറ്റി ഓഫ് ആർ ഇന്റർസെക്ഷൻ എസ്. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും സാധനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇത്രയും പഠിച്ചാൽ മതി, വേറെ വലിയ കാര്യം, ഞാൻ വേറെ തമാശ പറയുകയല്ല, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്യാം. തുടങ്ങാം. ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ. എ ഡൈ ഈസ് ത്രോൺ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ്. അപ്പോൾ ഒരു ഡൈ ആണ് അറിയുന്നത്. ഡൈ അറിഞ്ഞാൽ സാമ്പിൾ സ്പേസ് നമുക്കറിയാം, 1 2 3 4 5 6. ഓക്കെ, ഇനി എ എന്ന് പറയുന്ന ഇവന്റ് ഉണ്ട്. എ എന്ന് പറയുന്ന ഇവന്റ് നമുക്കൊന്ന് എഴുതാം. ശ്രദ്ധിച്ചോ, എ പ്രൈം നമ്പർ വിൽ അപ്പിയർ. അപ്പൊ പ്രൈം നമ്പർ വരണം. ഇതിനകത്ത് പ്രൈം നമ്പർ ആരാ? 1 പ്രൈം ആണോ? അല്ല. 2 3 5 ഇതാണ് പ്രൈം നമ്പർ. 2 3 5. ഇപ്പോ എ ആയി. ഇനി എയുടെ പ്രോബബിലിറ്റി വേണം, പി ഓഫ് എ വേണം. പ്രോബബിലിറ്റി ഓഫ് എ എങ്ങനെ എഴുതണമെന്നാ പറഞ്ഞത്? ടോട്ടൽ താഴെ എഴുതുക. മൊത്തം 6 പേരുണ്ട്, അപ്പൊ 6 താഴെ എഴുതി. നമുക്ക് എയിൽ എത്ര പേരുണ്ട്? 3 പേരുണ്ട്, അപ്പൊ 3 മേളിൽ എഴുതി. അപ്പൊ 1/2 3/6 ചെറുതാക്കുമ്പോൾ 1/2. ഇത്ര ഉള്ള സിമ്പിൾ പരിപാടി. അടുത്ത് നോക്ക്, ബി എന്ന് പറയുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നോക്ക്, എ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3? 3യോ 3യിൽ കൂടുതലോ? അപ്പൊ 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ആരൊക്കെയുണ്ട്? 3 4 5 6. സിമ്പിൾ അല്ലെ? അപ്പൊ ശ്രദ്ധിച്ചോ, നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബി എഴുതാം. ബിയുടെ പ്രോബബിലിറ്റി വേണം. എത്ര വരുവാടാ? ശ്രദ്ധിച്ചോ, ടോട്ടൽ 6 പേര്. നമുക്ക് ബിയിൽ എത്ര പേരുണ്ട്? 4 പേര്. 4/6. വേണമെങ്കിൽ ചെറുതാക്കി ഇതിനെ 2/3 എന്ന് എഴുതാം. സിമ്പിൾ അല്ലടാ? സിമ്പിൾ. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്ക്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? എ നമ്പർ മോർ ദാൻ 6 വിൽ അപ്പിയേഴ്സ്. അപ്പൊ ശ്രദ്ധിച്ചോ, എ നമ്പർ മോർ ദാൻ 6 വിൽ അപ്പിയേഴ്സ്. അപ്പൊ സി ഈക്വൽ ടു, ഞാൻ എഴുതി 6ൽ കൂടുതലുള്ള ആരുണ്ട്? 6ൽ കൂടുതലുള്ള ആരുമില്ല. അപ്പൊ നൾ സെറ്റ് എടുത്തു. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് സി പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു നൾ സെറ്റിന്റെ പ്രോബബിലിറ്റി എടുത്താൽ 0 ആയിരിക്കും. ഇനി നിങ്ങൾക്ക് അങ്ങനെ നോക്കാൻ കഴിയില്ല, ഇതുപോലെ നോക്കിയോ നിങ്ങൾ. ശ്രദ്ധിച്ചോ, നമുക്ക് ടോട്ടൽ എത്ര പേരുണ്ട്? അവർ താഴെ എഴുതി 6. നമുക്ക് വേണ്ട ആൾക്കാർ എത്രയുണ്ട്? ആരുമില്ല. 0/6. അപ്പൊ ആൻസർ എത്ര കിട്ടി? 0. സിമ്പിൾ പരിപാടി അല്ലെ? അടുത്തത് ഡി ലാസ്റ്റ് വൺ നോക്ക്. ആൻഡ് ഈവൻ നമ്പർ വിൽ അപ്പിയേഴ്സ്. ഈവൻ നമ്പർ ആരാ? 2 4 6 അല്ലടാ? 2 4 6. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഡി കൂടി വേണം. ടോട്ടൽ 6 പേര്, നമുക്ക് വേണ്ടത് 3 പേര്. ഇവരെ ചെറുതാക്കുമ്പോ 1/2. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എ കാർഡ് സെലക്ടഡ് ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ്. അപ്പൊ കാർഡിനെ പറ്റി സംശയമുള്ളവര് ഇവിടെ നോക്ക്, വളരെ വേഗത്തിലൊന്ന് പറഞ്ഞുതരാം. മൊത്തം എത്ര കാർഡ്സ് ഉണ്ട്? 52 കാർഡ്സ് ഉണ്ട്. ഇതിന്റെ നേരെ ഹാഫ് 26 ബ്ലാക്ക് ഉണ്ട്. പിന്നെ എത്രയാണ്? 26 റെഡ് ഉണ്ട്. ഓക്കെ അല്ലെ? 26 ബ്ലാക്ക് ഉണ്ട്, 26 റെഡ് ഉണ്ട്. ഇനി 26 ബ്ലാക്കിനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എത്രയാണ്? ബ്ലാക്കുകൾ 2 ഉണ്ട്. അതായത് ഇതെന്ത് സാധനമാണ്? വരച്ച് ഞാൻ തെറ്റിച്ചു അല്ലെ? ഇതെന്ത് സാധനമാണ്? ഇതാണ് ബ്ലാക്കിലെ ആദ്യത്തെ സാധനം. ഇത് സ്പെയ്ഡ് അല്ലെ? സ്പെയ്ഡ് എത്ര ഉണ്ട്? 13. പിന്നെ ഇത് ഇങ്ങനെ ഇരിക്കുന്ന വേറൊരു സാധനമുണ്ട്. 1 2 3. ഇതെന്ത് സാധനമാണ്? ഇത് ക്ലബ്ബ്. ക്ലബ്ബും എത്ര ഉണ്ട്? ക്ലബ്ബും 13 ഉണ്ട് അല്ലെ? ക്ലബ്ബും എത്രയാണ്? 13. ഇനി റെഡിനെയും നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. റെഡ് ആരൊക്കെയാണ്? ഒന്ന് ഇവന്റെ പേരെന്താണ്? ഡയമണ്ടും എത്രയാണ്? 13. പിന്നെ ആരണ്ടാ? പിന്നെ ഹേർട്ട് അല്ലെ? ഹേർട്ട് അറിയാം അല്ലെ? ഹേർട്ട് ആരൊക്കെയാണ്ടാ? അല്ലെ, ഹേർട്ട് എത്ര പേരുണ്ടാ? അതും 13 പേരുണ്ട്. അപ്പൊ ഇവരെല്ലാവരും 13 പേര്. ഇനി ആ 13 പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പേഴ്സ് 2 3 4 5 6 7 8 9 10 ഇത്രയും നമ്പേഴ്സ്. പിന്നെ ഒരു എയ്സ് കാർഡ് ഉണ്ട്, ഒരു എ എന്ന് എഴുതിയ എയ്സ് കാർഡ്. ഓക്കെ അല്ലെ? പിന്നെ എല്ലാത്തിന്റെയും കൂടെ ഒരു കിങ് ഉണ്ട്, ക്യൂൻ ഉണ്ട്, ജെ ഉണ്ട്. ഇവരെ 3 പേരെയും മാത്രം വിളിക്കുന്ന പേരാണ് ഫേസ് കാർഡ്സ്. ഇത്ര ഉള്ളൂ കാർഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി കാർഡിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ ഈ ചാനലിൽ തന്നെ നമ്മൾ കാർഡ്സ് എന്ന് പറഞ്ഞ് മാത്രം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്.
ഓക്കെ അല്ലേ? അപ്പൊ നോക്ക്, എ കാർഡ് ഈസ് സെലക്ടഡ് ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ്സ്. അപ്പൊ ഒരു 52 കാർഡ്സിൽ നിന്നും ഒരു കാർഡ് സെലക്ട് ചെയ്യുവാണ്. ഹൗ മെനി പോയിന്റ്സ് ആർ ദെയർ ഇൻ ദ സാമ്പിൾ സ്പേസ്? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. മൊത്തം 52 കാർഡ് ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഒരു കാർഡ് എടുത്താൽ അതിന്റെ സാമ്പിൾ സ്പേസിൽ എത്ര എലമെന്റുകൾ, എത്ര ഒബ്ജക്റ്റുകൾ, എത്ര എണ്ണ ആൾക്കാരുണ്ടാവും? മൊത്തം 52 കാർഡ് ഉണ്ട്. അപ്പൊ സാമ്പിൾ സ്പേസിൽ എത്ര പേരുണ്ടാ? 52 ഒബ്ജക്ട്സ്. 52 ഒബ്ജക്ട്സ് അല്ലെങ്കിൽ 52 കാർഡുകൾ. ഓക്കെ അല്ലേ? അടുത്തത്, കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ഈസ് ഡയമണ്ട്. അപ്പൊ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഡയമണ്ട് വേണം. പ്രോബബിലിറ്റി ഓഫ് ഡയമണ്ട് വേണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ടോട്ടൽ എത്രയാണെന്ന് നോക്കണം. ടോട്ടൽ എത്ര കാർഡ്സ് ഉണ്ട്? 52 കാർഡ്സ് ഉണ്ട്. അത് താഴെ എഴുതി. ഇനി നമുക്ക് വേണ്ടത് ഡയമണ്ട് കാർഡ് എത്രയാണെന്ന് നോക്ക്. ഡയമണ്ട് കാർഡ് എത്രയാണ്? 13. അപ്പൊ 13/52 എന്ന് എഴുതാം. 13/52 വേണമെങ്കിൽ കട്ട് ചെയ്ത് 1/4 എന്ന് ആൻസർ എഴുതാം. ഓക്കെ അല്ലേ? അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ സി. എന്താണ്? കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ഈസ് എ ബ്ലാക്ക് കാർഡ്. ബ്ലാക്ക് കാർഡ് ആക്കണം. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് കാർഡ്. പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് കാർഡ് ടോട്ടൽ 52 താഴെ എഴുതി. ബ്ലാക്ക് എത്ര ഉണ്ടാ? ബ്ലാക്ക് 26. അപ്പൊ 26/52 വേണമെങ്കിൽ ചെറുതാക്കി 1/2 എന്ന് എഴുതാം. സിമ്പിൾ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. സിമ്പിൾ കാര്യം. എ ആൻഡ് ബി ആർ ടു ഇവന്റ്സ് സച്ച് ദാറ്റ് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. പി ഓഫ് എ ഈക്വൽ ടു എത്രയാണ്? 0.42. സിമ്പിൾ കാര്യം. അടുത്തത് പി ഓഫ് ബി ഈക്വൽ ടു 0.48. 0.48. അടുത്തത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എത്രയാണ്? 0.16. 0.16. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ പി ഓഫ് നോട്ട് എ. ശ്രദ്ധിച്ചേടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. പി ഓഫ് നോട്ട് എ. എടാ, നോട്ട് എ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പി ഓഫ് എ കോംപ്ലിമെന്റ് ആണ്. എടാ, എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ആരാണത്? ഇവന്റ്. പി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 - പി ഓഫ് എ. സിമ്പിൾ പരിപാടി അല്ലെ? എ കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്താണ്? 1 - പി ഓഫ് എ. അപ്പൊ ആൻസർ എത്ര വരും? 1 - പി ഓഫ് എ എത്രയാണ്? 0.42. 0.42. സിമ്പിൾ. അപ്പൊ ആൻസർ എത്ര കിട്ടും? 1ൽ നിന്ന് 0.42 കുറച്ചാൽ 0.58 എന്ന് വരും. സിമ്പിൾ. ഓക്കെ അല്ലെ? അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ പി ഓഫ് നോട്ട് ബി. നോക്കടാ, പി ഓഫ് നോട്ട് ബി. ബി പറ്റൂല. അപ്പൊ എന്താണ്? നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെന്റ് അല്ലെ? എടാ, പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 - പി ഓഫ് എ. അപ്പൊ പി ഓഫ് ബി കോംപ്ലിമെന്റോ 1 - പി ഓഫ് ബി. സിമ്പിൾ. വിച്ച് ഈസ് ഈക്വൽ ടു 1 - പി ഓഫ് ബി എത്രയാടാ? 0.48. 0.48. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 0.52 എന്ന് കിട്ടും. സിമ്പിൾ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ്. ശ്രദ്ധിച്ച്, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ്. നമ്മളോട് എ യൂണിയൻ ബി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മള് മൂന്നാമത്തെ ഇവിടെ തന്നെ എഴുതാം അല്ലെ? മൂന്നാമത്തത് നമ്മളോട് പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞു പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാം. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പി ഓഫ് എ നമുക്കറിയാവോ? അറിയാം, തന്നിട്ടുണ്ട് 0.42. എത്രയാണ്? 0.42 പ്ലസ് പി ഓഫ് ബി നമുക്കറിയാവോ? അറിയാം, 0.48. 0.48. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്കറിയാവോ? അറിയാം, എത്രയാണ്? 0.16. അപ്പോ 0.16 എഴുതി. അപ്പൊ നമുക്ക് കാൽക്കുലേറ്ററിൽ അടിച്ച് ഒറ്റയടിക്ക് ആൻസർ എഴുതാം. 0.42 പ്ലസ് 0.48 ആൻസർ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.90 എന്ന് കിട്ടും. മൈനസ് 0.16. 90ൽ നിന്ന് 16 പോകുമ്പോൾ എത്ര കിട്ടും? 90ൽ നിന്ന് 10 പോകുമ്പോൾ 80, 80ൽ നിന്ന് 6 പോകുമ്പോൾ 74. 0.74 എന്ന് ആൻസർ കിട്ടും. സിമ്പിൾ. ഈ മോഡലിൽ ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും കേട്ടല്ലോ. ഒരു മോഡൽ കൂടി ചെയ്തിട്ട് നടത്താം. ഇഫ് എ ആൻഡ് ബി ആർ ഈവൻ സച്ച് ദാറ്റ് പി ഓഫ് എ ഈക്വൽ ടു 1/4. പി ഓഫ് എ ഈക്വൽ ടു എത്രയാണ്? 1/4. പി ഓഫ് ബി തന്നിട്ടുണ്ട്. എന്താണ്? 1/2 അല്ലെ? അടുത്തത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കൂടി തന്നിട്ടുണ്ട്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്രയാണ്? 1/6. 1/6. ഓക്കെ അല്ലെ? ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് പി ഓഫ് എ ഓർ ബി. മറക്കരുത്,
പി ഓഫ് എ ഓർ ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, ഓറെന്ന് എവിടെ കണ്ടാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവൻ ആരാടാ, അവൻ യൂണിയൻ ആണ്. യൂണിയൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ കാണാതെ പഠിക്കണം. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ അല്ലെ? വിച്ച് ഈസ് ഈക്വൽ ടു പി ഓഫ് എ എത്രയാണ്, പി ഓഫ് എ 1/4 പ്ലസ് പി ഓഫ് ബി എത്രയാടാ 1/2 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്രയാടാ 1/6. ഇതാണ്. ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യണമെങ്കിൽ, എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ എന്താണ്, അല്ല നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്നും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ആൻസർ ചെയ്താൽ മതി. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഇതിന്റെ എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ 12 ആക്കിയാൽ മതി. 12 ആക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഇതിന്റെ എല്ലാത്തിന്റെയും LCM 12 ആയതുകൊണ്ടാണ്. ഇവിടെ 3 ഇൻറ്റു ചെയ്തപ്പോൾ ഇവിടെ 12 ആയി, അത് തന്നെ മുകളിൽ ചെയ്തു, അപ്പൊ അത് 12 ആയി. ഓക്കെ അല്ലെ? ഇനി ഇതിനെ 12 ആക്കാൻ ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ 12 ആയി. അത് തന്നെ മുകളിലും മൾട്ടിപ്ലൈ ചെയ്തു 6. ഇതിനെ 12 ആക്കാൻ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതുകൊണ്ട് തന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 3 ഇൻറ്റു 1 3 ബൈ 3 ഇൻറ്റു 4 12 പ്ലസ് 6 ഇൻറ്റു 1 6 ബൈ 6 ഇൻറ്റു 2 12 മൈനസ് 1 ഇൻറ്റു 2 6 ഇൻറ്റു 12. അപ്പൊ ഇപ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ എല്ലാം 12 ആയി, അത് അതുപോലെ തന്നെ എഴുതി. മുകളിൽ ഒരു 3 ഉണ്ട്, പ്ലസ് 6 ഉണ്ട്, മൈനസ് 2 ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നോക്ക്, വിച്ച് ഈസ് ഈക്വൽ ടു 3 + 6 എത്രയാണ് 9 മൈനസ് 2 എത്രയാണ് 7. അപ്പൊ 7/12 എന്ന് ആൻസർ വന്നു. ഓക്കെ, സിമ്പിൾ. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി. ശ്രദ്ധിച്ചേടാ, എന്താ നമുക്ക് വേണ്ടത്, പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നമുക്ക് പറഞ്ഞിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റി എഴുതുക. പി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ എയുടെ കോംപ്ലിമെന്റ് ആണ്, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ ആണ്, നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെന്റ് ആണ്. ഇവനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഡിമോർഗൻസ് ലോ വെച്ച്, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, അല്ലെങ്കിൽ തിരിച്ചെഴുതിയാൽ മതി അല്ലെ? എങ്ങനെയാണ്, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ? ഇത് നമ്മൾ പഠിച്ചിട്ടില്ലേ, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പൊ നമുക്ക് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. അപ്പൊ അവനെ നമുക്ക് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാമല്ലോ. അപ്പൊ പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം നോക്ക്, പി ഓഫ് എ കോംപ്ലിമെന്റിന് നമുക്ക് എങ്ങനെ എഴുതാം, 1 മൈനസ് പി ഓഫ് എ. അതുപോലെ പി ഓഫ് ബി കോംപ്ലിമെന്റിന് നമുക്ക് എങ്ങനെ എഴുതാം, 1 മൈനസ് പി ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ എ വന്നപ്പോ 1 മൈനസ് എ, ബിക്ക് കോംപ്ലിമെന്റ് വന്നപ്പോൾ 1 മൈനസ് പി ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബിക്ക് കോംപ്ലിമെന്റ് വന്നാൽ ഇതിനെ എങ്ങനെ എഴുതാം, 1 മൈനസ് പി ഓഫ് കോംപ്ലിമെന്റ് ഇല്ലാതെ അല്ലെ, എ യൂണിയൻ ബി. സിമ്പിൾ. നോക്കടാ, പി ഓഫ് 1 എന്താണോ കോംപ്ലിമെന്റ് വന്നത് അത് 1-ൽ നിന്ന് കുറച്ച് പോകണം. അപ്പൊ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് വന്നപ്പോ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി, അത്രേ ഉള്ളൂ. അപ്പൊ അതെ, ഇത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. നോക്ക്, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റിന്റെ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതി. അപ്പൊ ഇതിനെ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് എ യൂണിയൻ ബി എത്രയാ, അതാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. എത്രയാ, 7/12. അപ്പൊ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കും 7/12, വിച്ച് ഈസ് ഈക്വൽ ടു ബൈ 1 ഇടുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, 12 ഇൻറ്റു 1 12 മൈനസ് 1 ഇൻറ്റു 7 7/12. അപ്പൊ ആൻസർ എത്ര കിട്ടിയടാ, 5/12. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ ഇത്രയും സാധനങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി അല്ലെ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്ര സാധനങ്ങൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റർ സെറ്റ് ആണ് അല്ലെ? ഞാൻ മാറി നിൽക്കാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തു. ഓക്കെ അല്ലേ? അപ്പൊ ഇത്ര ഉള്ളു പ്രോബബിലിറ്റി. അപ്പൊ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുക. അപ്പൊ ഇനി അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം.